അതായത് മുസ്തഫ, നിലവിൽ വഖഫ് ട്രൈബ്യൂണൽ നടക്കുന്ന ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള വിചാരണ, ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസുകൾ, ഇതൊന്നും കമ്മീഷന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുകയോ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിനെ സ്വാധീനിക്കുകയോ ചെയ്തിട്ടില്ല. അതായത് ഒരു വശത്ത് സിദ്ദീഖ് സേഠിന്റെ കുടുംബം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നടത്തുന്ന അവകാശവാദങ്ങളൊന്നും കമ്മീഷൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അതെ, അത് കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പ്രത്യേകമായി ചോദിച്ച ഈ വഖഫ് ട്രിബ്യൂണലിൽ നടക്കുന്ന മുനമ്പം കേസുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ പ്രത്യേകമായി തന്നെ സ്പെസിഫിക് ആയിട്ട് തന്നെ കമ്മീഷനോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അനുകൂലമായാലും പ്രതികൂലമായാലും ഈ കമ്മീഷന്റെ അല്ലെങ്കിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ആ വഖഫ് ട്രിബ്യൂണലിലുള്ള കേസിന്റെ ഭാവി എന്തായിരിക്കും എന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ കേസുകളിലേക്കോ മറ്റു നടപടികളിലേക്കോ ഒന്നും കമ്മീഷൻ നോക്കിയിട്ടില്ല. കമ്മീഷൻ ഈ വിഷയം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ടേംസ് ഓഫ് റെഫറൻസിൽ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നുപോയത്. അതായത് കേസിന്റെ നാൾവഴികൾ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു അനുബന്ധ നിയമ നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതൊരു വഴിക്ക് നടക്കട്ടെ. കമ്മീഷൻ അവിടെ പോയിരുന്നു, അവിടെ സന്ദർശിച്ചിരുന്നു. ഇതിന് പ്രായോഗികമായ സൊല്യൂഷൻ എന്താണ് നൽകാൻ കഴിയുക, ഈ വിഷയം മുനമ്പത്തെ ആളുകളെ സംബന്ധിച്ച് മനുഷ്യത്വപരമായി എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നതുൾപ്പെടെയുള്ള ടേംസ് ഓഫ് റെഫറൻസിൽ നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പഠനമാണ്. ഒപ്പം തന്നെ ഞാൻ പ്രത്യേകമായി ചോദിച്ചു, കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സെറ്റിൽമെന്റിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടാൽ എന്ത് പരിഹാര മാർഗമാണ് അപ്പോൾ ചെയ്യാൻ കഴിയുക എന്നത് ഒരു നിർദ്ദേശമായി സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിലേക്ക് നോക്കിയിട്ടില്ല. പകരം കോടതി തന്നെ അക്കാര്യം വ്യക്തമാക്കും. ഇത് തടയുമ്പോൾ പകരം എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കാര്യം കോടതി തന്നെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് കോടതിയുടെ നടപടികളെ മുൻനിർത്തി, അല്ലെങ്കിൽ കോടതി നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ വഖഫ് ട്രൈബ്യൂണലിൽ നിൽക്കുന്നതും ഹൈക്കോടതിയിലുള്ളതും പറവൂർ സബ് കോടതിയുടെയും ഒക്കെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് കമ്മീഷൻ വളരെ വിശദമായി ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. മറിച്ച് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യത്തിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത് കോടതി തന്നെ തീരുമാനിക്കട്ടെ, ഇപ്പോൾ അതിലേക്ക് കടന്നിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും കോടതിയോ അല്ലെങ്കിൽ നിയമവശങ്ങളോ അനുബന്ധമായിട്ടുള്ള നിയമ നടപടികളോ അത് ഒരു സൈഡിൽ പുരോഗമിക്കുമ്പോൾ ഈ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഈ വിഷയം രമ്യമായി മാനുഷികപരമായി അല്ലെങ്കിൽ സർക്കാർ ആഗ്രഹിച്ചിരിക്കുന്ന തലത്തിൽ എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ അവസാനിപ്പിക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത് എന്നതുകൂടി കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. അജിംസ്, എന്തായാലും കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അവിടെയാണ് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കാനൊരുങ്ങുന്നത്. ഈ പ്രശ്നപരിഹാരം എങ്ങനെ മാനുഷികമായി നടപ്പാക്കാം എന്നുള്ളതാണ് കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പ്രധാനമായും ഉള്ളത്.